Hey guys, welcome back to my YouTube channel. Guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എഡിറ്റിംഗ് ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു പ്രൊഫഷണൽ എഡിറ്റിംഗ് ആപ്പാണ്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതും ആൻഡ്രോയിഡിലാണ് ആപ്പ് നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ആപ്പാണെന്നൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ്റെ പേര് CapCut എന്നാണ്. ഈ CapCut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അപ്പ് ടു ഡൗൺ എന്ന് സെർച്ച് ചെയ്യുക. അപ്പ് ടു ഡൗൺ എന്ന് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മണ്ടയിലൊരു സെർച്ച് ഐക്കൺ കാണും. ആ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ CapCut എന്ന് സെർച്ച് ചെയ്യുക. CapCut എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് വേണം നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ. പിന്നെ ഗൈസ്, നമ്മൾ ഈ ആപ്പിലെ എല്ലാ ഫീച്ചേഴ്സും നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്വിക്ക് VPN എന്ന് പറഞ്ഞൊരു VPNും ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അത് കണക്ട് ചെയ്ത് വെക്കണം. ക്വിക്ക് VPN എന്ന് പറഞ്ഞൊരു VPN ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ CapCut ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ആഡ് കൊടുത്താൽ ഇമ്പോർട്ട് ആവും. ഇതാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന വീഡിയോ. ഇവിടെ ഇപ്പോൾ അടിയിൽ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റത്തെ എഡിറ്റാണ്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ സെക്കൻഡ് ഓഡിയോ ആണ്. നമുക്ക് ഓഡിയോസൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. സൗണ്ട്സ് ക്ലിക്ക് ചെയ്താൽ അതൊക്കെ വരും, അതിനുള്ളതാണ് ഓഡിയോ. പിന്നെ നമ്മൾ ഓഡിയോ നമുക്ക് ഒരു വീഡിയോയിൽ നിന്നൊക്കെ ഓഡിയോ മാത്രം ഡിസ്ട്രാക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഇതിൽ. പിന്നെ അടുത്ത ടെക്സ്റ്റാണ്. നമ്മൾ ആ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റാൻ നമുക്ക് എന്തും ചെയ്യാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വന്ന് സ്റ്റിക്കേഴ്സാണ്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. ഗൈസ്, ഇതിനകത്ത് ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ വരുന്നത് കണ്ടില്ലേ, ഹൂപ്സ്, ഫോളോ, അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട്. ഞാൻ ആ കൗണ്ട് ഡൗൺ ഒന്ന് ആഡ് ചെയ്യുകയാണ്. കണ്ടില്ലേ ഗൈസ്, ഓക്കെ കൊടുക്കുക. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, കൗണ്ട് ഡൗൺ പ്ലേ ആവുന്നുണ്ട്. അതായത് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ആനിമേഷൻ ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാക്കിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ സാധനം ഇവിടെ ഒരു മരമുണ്ട്. ഈ കൗണ്ട് ഡൗണ് ഈ മരത്തിൻ്റെ പുറകെ തന്നെ പോകുന്ന പോലെ ആക്കാനാണ് ട്രാക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ ട്രാക്കിങ്ങിൻ്റെ ഈ മഞ്ഞ ഡോട്ട് ഇവിടെ കൊണ്ട് വെക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ട്രാക്കിംഗ് കൊടുത്താൽ കണ്ടില്ലേ, ആ മരത്തിൻ്റെ അതിൽ തന്നെ അത് പോകും. കണ്ടോ, അതാണ് ട്രാക്കിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഓവർലേ ആണ്. ഓവർലേ എന്ന് വെച്ചാൽ നമുക്ക് ഓവർലേ ആയിട്ട് വേറെ ഏതെങ്കിലും വീഡിയോയോ ഇമേജോ വല്ലതും ആഡ് ചെയ്യാനാണ്. അടുത്ത എഫക്ട്സ് ആണ്. വീഡിയോ എഫക്ട്സും ബോഡി എഫക്ട്സും ഒക്കെ ഉണ്ട്. ബോഡി എഫക്ട്സ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ഫോറസ്റ്റിൻ്റെ വീഡിയോ ക്ലിപ്പാണ്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഒക്കെ ആണെങ്കിലേ നമുക്ക് ബോഡി എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ വീഡിയോ എഫക്ട്സ് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, ഒരുപാട് വീഡിയോ എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ക്വിക്ക് VPN എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് കണ്ടില്ലേ, ഇത് ഇച്ചിരി നേരം കറങ്ങും എന്നിട്ടേ വരുള്ളൂ. അല്ല, ഒരുപാട് എഫക്ട്സ് ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ പോർട്രേറ്റ് ഓപ്പണാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോഷൻ ബ്ലർ ഉണ്ട്. കണ്ടില്ലേ, മോഷൻ ബ്ലറാണ് ഇപ്പോൾ കിടക്കുന്നത്.
അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഞെക്കി കഴിഞ്ഞാൽ ഹോറിസോണ്ടൽ ഷിഫ്റ്റ്, ഇൻറ്റൻസിറ്റി അതൊക്കെ കൂട്ടാം. അപ്പോൾ അതാണ് എഫക്ട്സ്. അടുത്തത് ഫിൽറ്റേഴ്സാണ്. ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് ഇതിൽ, കണ്ടില്ലേ? ഒരുപാട് മൂവി, നേച്ചർ, റിട്രോ, സ്റ്റൈൽ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അടുത്തത് ഫോർമാറ്റാണ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ എത്രയാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. 16:9 ആണ് വേണ്ടെങ്കിൽ 16:9 ക്ലിക്ക് ചെയ്യുക. അതാണ്. അടുത്തത് ക്യാൻവാസാണ്. ക്യാൻവാസ് എന്ന് വെച്ചാൽ കളറിങ് ആണ്. കണ്ടില്ലേ? ഞാനിപ്പോൾ എല്ലോ ആണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മളൊന്ന് ചെറുതാക്കി നോക്കുവാണെങ്കിൽ പുറത്ത് നിറച്ച് എല്ലോ ആവും. റെഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുറത്ത് നിറച്ച് റെഡ് ആവും. ഓറഞ്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓറഞ്ച് ആവും. അതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കാം നമുക്ക്. ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സാണ്. ഇവിടെ തന്നെ കുറേ പിക്ചേഴ്സ് വരുന്നുണ്ട്. അതല്ല, നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഗാലറിയിൽ നിന്നുള്ള പിക്ചേഴ്സും ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുകയും ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ബ്ലർ ആക്കാം. അപ്പോൾ അതാണ് ഈ ക്യാൻവാസ്. അടുത്ത അഡ്ജസ്റ്റാണ്. അഡ്ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറയാൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള എഡിറ്റ് നമുക്ക് നോക്കാം. എഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ സ്പ്ലിറ്റാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് ഈ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, അതാണ് സ്പ്ലിറ്റ്. അടുത്തത് സ്പീഡാണ്. നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കണ്ടില്ലേ, ഇത് കൂടും ഇത് കുറയും. അടുത്തത് കേർവാണ്. കേർവ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ആദ്യം സ്പീഡ് വളരെ കൂടുതലാവും, പിന്നെ സ്പീഡ് വളരെയധികം കുറയും, പിന്നെയും കുറയും, പിന്നെ ഭയങ്കര കൂടും. അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സ്പീഡ്, എവിടെ കൂടണം എവിടെ കുറയണമെന്ന്. ഈ ഓപ്ഷൻ വളരെ ഉപകാരപ്രദമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ വോളിയമാണ്. വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ളത്. അടുത്തത് ആനിമേഷനാണ്. ആനിമേഷൻ ഇന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ ഷേക്ക് 2 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഷേക്ക് ആവുന്നുണ്ട്. ഇനി ഔട്ട് നമുക്ക് നോക്കാം. ഔട്ടിൽ നമുക്ക് റൊട്ടേറ്റ് ഔട്ട് 1 റൊട്ടേറ്റ് ആവും. നമുക്ക് ഇവിടെ ഡ്യൂറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അടുത്തത് കോംബോ ആണ്. കോംബോ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ട്രെയിൻ 2 കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഒരുപാട് എഫക്ട്സ് ഒക്കെ കൊടുക്കാം. അടുത്തത് ഡിലീറ്റ് ആണ്. നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. അടുത്തത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആണ്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു മനുഷ്യനൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ. മനുഷ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഡിലീറ്റ് ചെയ്യും, ഗ്രീൻ സ്ക്രീൻ ഒന്നും ഇല്ലാതെ. അടുത്തത് സ്റ്റൈലാണ്. സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റൈൽ ഇത് കണ്ടില്ലേ, ഒരുപാട് ഓപ്ഷൻസാണ്. 3D സൂം ഒക്കെ ഉണ്ട്. പക്ഷെ 3D സൂം ഒക്കെ വരണമെങ്കിൽ അതിനകത്തൊക്കെ ഹ്യൂമൻ വേണം. മനുഷ്യനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ക്ലിപ്പായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എക്സ്ട്രാക്ട് ഓഡിയോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീഡിയോയിൽ നിന്നൊക്കെ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമെന്ന്. പിന്നെ അടുത്തത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, മിറർ ചെയ്യാം, പിന്നെ ക്രോപ്പ് ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ്ഡ് ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് 16:9 എടുക്കാം. നമുക്കിങ്ങനെ വീഡിയോ ഓടിച്ച് വിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും കുഞ്ഞതാക്കാം. അതുപോലെയൊക്കെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തത് ഫിൽറ്റേഴ്സാണ്. ഫിൽറ്റേഴ്സ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അഡ്ജസ്റ്റ് നോക്കിയായിരുന്നു. എൻഹാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മനുഷ്യനുണ്ടായാലേ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറയാം. അടുത്ത മാസ്കിംഗ് ആണ്. മാസ്കിങ് ഇത് കണ്ടില്ലേ, ഇത്രയും ഭാഗം ഇപ്പോൾ കാണുന്നില്ലല്ലോ, അതാണ് മാസ്കിങ്. ഈ സാക്കിങ് ഒക്കെ ചെയ്യുന്നവർക്കാണ് മാസ്കിങ് ഉപകാരപ്പെടുന്നത്. ഒരു സാക്കിങ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ആ വീഡിയോയിൽ ഞാൻ മാസ്കിങ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അടുത്തത് ക്രോമാക്കി ആണ്. ക്രോമാക്കി നമ്മൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ സ്ക്രീൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അടുത്തത് ഓവർലേ ആണ്. ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് തന്നെ നമുക്ക് ഇത് ഓവർലേ ആക്കാം. ഇത് കണ്ടില്ലേ, ആ വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ അടിയിലോട്ട് പോയത്, അതാണ് ഓവർലേ. അപ്പോൾ ഓവർലേ ആയിട്ടുള്ള ആ ക്ലിപ്പ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് പുതിയ ഓപ്ഷൻസ് വരും.
അതിനകത്തെ ഈ സ്പ്ലിറ്റ് സ്പീഡും വോളിയം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണ്. അടുത്ത് സ്പ്ലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും പുതിയതായിട്ട്. ഓവർലേ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇത് കണ്ടില്ലേ, സ്പ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറെ കുറേ ഇത് കിട്ടില്ലേ, എഫക്ട്സ് ഒക്കെ കിട്ടും. അടുത്തത് ആനിമേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നല്ല ക്യാമറ ഒന്നുമല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷേക്കിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കോപ്പി ചെയ്യാം, ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കാം. പിന്നെ നമുക്ക് വീഡിയോ റിവേഴ്സ് ചെയ്യാം, ഫ്രീസ് ചെയ്യാം. പിന്നെ ഗ്രാഫിക്സ് ഉണ്ട് കുറേ, അതൊക്കെ പക്ഷേ ഹ്യൂമൺ ഉണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ അതെല്ലാം കാണിക്കാൻ പറ്റില്ല. കാരണം അതിനൊക്കെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വേണം. അതുകൊണ്ട് ആ ഫീച്ചേഴ്സ് എല്ലാം കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിൽ സാക്കിങ്ങും മാസ്കിങ്ങും ഒക്കെ കാണിക്കാം. ഞാൻ സാക്കിങ് ഒക്കെ കാണിക്കുന്നതാണ്. നിങ്ങൾ അതൊക്കെ കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളതെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രോ എഡിറ്റിംഗ് ആപ്പാണ്. പക്ഷേ മാസ്കിങ് ഒക്കെ ചെയ്യാനായിട്ട് ഹ്യൂമൻ ബീയിങ് വേണം. ഇല്ലെങ്കിൽ മാസ്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ, ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ കാണുക. പിന്നെ ഞാൻ ഒരുപാട് നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഹൗ ടു സോൾവ് എ റൂബിക്സ് ക്യൂബ്, പിന്നെ ക്രാഫ്റ്റ്സ്, ഒറിഗാമി, പിന്നെ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എഡിറ്റിംഗ് വീഡിയോ, സാക്കിങ് വീഡിയോ, അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടാനായിട്ട് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.